നമ്മള് ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്യാം. പലരും പലതും പറയാം, അതൊന്നും നോക്കണ്ടെന്നേ. അതിപ്പോ നീ പറയണേൽ ഇതിപ്പോ തെറ്റൊന്നുമില്ല. പക്ഷെ നാട്ടുകാർക്ക് നീ ഇനിയിപ്പോ എന്തെന്നെ അങ്ങോട്ട് ചെയ്താലും എന്തെങ്കിലും മനുഷ്യൻ എന്നുള്ള നിലയ്ക്ക് ഒരു തെറ്റ് പറ്റിയാൽ മതി എൻ്റെ കൂട. അവിടെ നമ്മളങ്ങോട്ട് അരച്ചാ തേക്കും. ആ മോളെ, അല്ല അച്ഛനപ്പ എങ്ങനെയുണ്ട്? അച്ഛനിപ്പോ കുഴപ്പമില്ല. 6 മാസമായി വീട്ടിലേക്ക് കൊണ്ടുവന്നിട്ട് ഫിസിയോതെറാപ്പി ഒക്കെ ചെയ്യുന്നുണ്ട്. അതെല്ലേ. നിന്റെ ജോലിക്കാരി എന്തായി? ജോലി കിട്ടി, ഇപ്പൊ 2 മാസമായി. അതെല്ലേ, അതൊരു സമാധാനായി. ഞാൻ മന്മഥനായിട്ട് കാണണം വരണം എന്നിങ്ങനെ വിചാരിക്കും. പക്ഷെ ആരെങ്കിലും ചെന്ന് കഴിഞ്ഞാൽ മൂപ്പരിങ്ങനെ വാ തോരാതെ സംസാരിച്ചിരിക്കുകയാണ്, അത് കേടാണെന്നൊക്കെ പറഞ്ഞോണ്ട് പിന്നെ ഇല്ല, സംസാരിക്കണമെന്നില്ല കാര്യം. 4 മാസത്തേക്ക് അങ്ങനെ ആൾക്കാർ കയറാൻ പാടില്ല എന്നൊക്കെ. അതെ, കുഴപ്പമൊന്നുമില്ല. വൈകുന്നേരം ഞാൻ മന്മഥനോട് പറഞ്ഞു വരാം. ഞാൻ അവരോട് പറഞ്ഞേക്കാം. ശരി പോകാം. എന്താ എൻ്റെ സുഖം, നിനക്ക് ഇത്രയ്ക്ക് ബോധമില്ലാണ്ടായ എന്തേ? നീ ഒന്നിനും മാത്രം പോന്ന ആ പെൺകുട്ടിയോട് ഈ റോട്ടിൽ വെച്ചിട്ട് ഇങ്ങനെ സംസാരിച്ച നാട്ടുകാർ കണ്ടെന്നാ വിചാരിക്കുക. എന്താ സീതേട്ടങ്ങൾ പറയണത്? അതിന്റെ മകളുടെ പ്രായമല്ലോ, അത് നമ്മുടെ മന്മഥേട്ടന്റെ മോളാണേ. ഏയ് അതിപ്പോ എനിക്കും അറിയാം, എനിക്കും അറിയാം, ആ കുട്ടിക്കും അറിയാം. ആ, നാട്ടുകാർ കണ്ടെന്താ വിചാരിക്കാന്നാ ഞാൻ ചോദിച്ചുള്ളൂ. അത്രയും ഞാൻ പറയാനുള്ളൂ. നാട്ടുകാരെ നമ്മൾ പേടിക്കണം. ഓലെ അമ്മ നിരീച്ചാൽ എന്റെ കള്ളൂടി കുട്ടിക്ക് നോക്കാവൂല. എന്റെ അടുത്ത ബിന്ദു കാട്ട് കള്ളത്തി ഓളോട് ഞാൻ 200 പുലുവ ചോദിച്ചു. ഒക്കെ നേരം കുടുംബശ്രീക്ക് വെക്കണം. ഓളെ അമ്മേനെ കാണിക്കേ പുതിയിലേക്ക് ആൾക്കാരുടെ മതെടുത്തി ചോദിച്ചാൽ അങ്ങനെ പിറ്റായിട്ട് ആ റോട്ടിലെങ്ങാനും വീഴും. ഞാൻ അങ്ങോട്ട് പിടിച്ചു മാറ്റിയിട്ട് വരാം. പഠിക്കാ ഈ പോണേ എന്താ തലയ്ക്ക് ഭ്രാന്തണ്ട. നാട്ടുകാർ കണ്ടാ വിചാരിക്കുക വണ്ടി കയറിയല്ലോ. വണ്ടി കയറി ചാവട്ടെ വിചാരികളൊക്കെ. അതെടുത്തേ നിങ്ങൾ പറ. ഞാൻ എല്ലാ ദിവസവും ചാവലിടിച്ചിട്ട് ഉളുക്ക ചോറ് ചട്ടിയിലിട്ട് വരട്ടിയിരുന്ന കിട്ടണമെന്നുള്ള ആഗ്രഹമുള്ള ഒരു മനുഷ്യനാണ്. എനിക്കത് കിട്ടാറില്ല. ഞാൻ എന്ത് ചെയ്യും? ഒരു കാര്യം ചെയ്യാം, നമുക്ക് അതിന്റെ സൈഡിൽ കൂടെ പോവേ. വേണ്ടാന്ന് ഇപ്പൊ പോയി കഴിഞ്ഞാ അവ അപ്പ വിളിക്കില്ലേ സൂതേട്ടാ ഇത് എവിടേക്കാ പോണ് സീതേട്ടാന്നും പറഞ്ഞ അപ്പ കൂടില്ലേ അവൻ കൂടെ. നമുക്കൊരു കാര്യം ചെയ്യാലോ, ആ നാരായണന്റെ കടയിൽ നിന്ന് ഓരോ ചായ കുടിക്കാം. ഐ നീ എന്ത് വർത്താനാ ഈ പറയണേ? അവിടെ പോയിരുന്ന് ചായ കുടിക്കുമ്പോ നാട്ടുകാർ കണ്ടെന്താ വിചാരിക്കുക? ചായ കുടിക്കാനല്ലേ, അല്ലാണ്ട് സൂദ്ര പോലെ കള്ളു കുടിക്കാനല്ലോ. കള്ളു കുടിക്കേണ്ട കാര്യമില്ല. ഇപ്പൊ തൊട്ടടുത്ത് വീടുള്ള നമ്മള് രണ്ടാളും ചായ കടയിൽ പോയിട്ടൊരു ചായ കുടിക്കാന്ന് പറഞ്ഞാൽ എന്താ അതിന്റെ അർത്ഥം? ജലപാനം പെണ്ണുങ്ങൾ വീട്ടിൽ നിന്ന് തരുന്നില്ല എന്നാവും. ഇതാണ് പറഞ്ഞുണ്ടാക്കുക നാട്ടുകാര്. അപ്പൊ എന്തിനാ വെറുതെ അവിടെ പോയിരുന്ന് നരങ്ങി നാട്ടുകാരെ കൊണ്ട് പറയിപ്പിക്കണം? അതാ ഈ പറയണത്. അല്ല, അവൻ പോകുന്നവരെ ഇവിടെ ഇങ്ങനെ നിൽക്കാനാ പരിപാടി? ഇവിടെ നിൽക്കാതല്ല അപ്പൊ നല്ലത്. സീതലേട്ടൻ ഇവിടെ, ഞാൻ പോയിട്ട് ചായ കുടിച്ചിട്ട് വരാം. സീതലേട്ടോ, റോട്ടിലങ്ങനെ ഒറ്റയ്ക്ക് നിൽക്കണേണ്ട നാട്ടുകാരെന്തേലും വിചാരിക്കട്ടാ? വിചാരിക്കോ? അതെടുത്തേ അങ്ങോട്ട് പോയാ സൂട്ടി അവിടെ കടന്ന് ഇഴകിയാണോ? ചായ കുടിക്കാൻ വേണ്ട, അത് പ്രശ്നമാണ്. ഈ വളഞ്ഞു പോയാലും വേണ്ടിയില്ല, ധ്യാനം അങ്ങോട്ട് നടക്കാം. ഒരു സംഘട്ടം ഓരോന്നിട്ട് എന്താ ചെയ്യ? നാട്ടുകാരെ കൊണ്ട് പറയിപ്പിക്കാനായിട്ട് കുറെ മണ്ടല്ല.